ഈ കാണുന്നത് ജബൽ റഹ്മയാണ്. അറഫ സംഗമം നടക്കുന്ന ജബലുർ റഹ്മ. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിടവാങ്ങൽ പ്രസംഗം നടത്തിയ ജബൽ റഹ്മ. ഈ ജബൽ റഹ്മക്ക് ചുറ്റും ഈ വർഷം ഒരു വലിയ ഒരു പ്രൊജക്റ്റാണ് സൗദി ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത്. എന്തെന്ന് വെച്ചാൽ അറഫ സംഗമത്തിനിടെ ലോകത്തിലെ മുഴുവൻ ഹജ്ജാജിമാരും ഈ ജബലുർ റഹ്മയിൽ കയറിയിരിക്കുകയും ജബലുർ റഹ്മക്ക് ചുറ്റും ഇരുന്ന് പ്രാർത്ഥിക്കുകയും നമസ്കരിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ വിശ്വാസികൾക്ക്, ഹാജിമാർക്ക് വെയിൽ കൊള്ളാതെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുവാനും അതുപോലെ നമസ്കാരങ്ങളും മറ്റ് കർമ്മങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി മദീനയിൽ സൗദി ഗവൺമെൻറ് അവിടെ മസ്ജിദുൻ നബവിക്ക് ചുറ്റും ഉണ്ടാക്കിയ ഇതുപോലെ ഉള്ള റിമോട്ട് കൺട്രോളിൽ നീങ്ങുന്ന ഒരു വലിയ പന്തലുകളാണ് ഉയർന്നിരിക്കുന്നത്. ഇത് ഈ വർഷത്തെ ഒരു വലിയ സൗദി ഗവൺമെൻറ് വലിയൊരു പ്രൊജക്റ്റാണ്. ഇത് അറഫയിലെ ജബലുർ റഹ്മക്ക് ചുറ്റും ഈ പന്തൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഹാജിമാർക്ക് ജബലുർ റഹ്മ സന്ദർശിക്കാനെത്തുന്ന ഹാജിമാർക്ക് ആ ജബലുർ റഹ്മക്ക് ചുറ്റും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനും കഠിനമായ ചൂടിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ഈ കുടക്ക് താഴെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനും നമസ്കരിക്കുവാനൊക്കെ കഴിയാവുന്ന രീതിയിൽ ശീതീകരിച്ച, ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ശീതീകരിച്ച എന്താ പറയുക, ഒരു വലിയ ഒരു പടുക്കൂറ്റൻ എന്ന് തന്നെ നമുക്ക് പറയേണ്ട രീതിയിലുള്ള ഒരു വലിയ പന്തലുകളാണ് ഈ ജബലുർ റഹ്മക്ക് ചുറ്റും ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനം അവസാന ഘട്ടത്തിലാണ്. അറഫ ദിനത്തിൽ പൂർണ്ണ സജ്ജമായി അറഫ മലക്ക് ജബലുർ റഹ്മക്ക് ചുറ്റും ഇത് വലിയ നല്ല രീതിയിൽ ആകർഷണീയമായ രീതിയിലാണ് തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ രൂപകൽപ്പന ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും നല്ല ടെക്നോളജി ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജ് ചെയ്യുവാൻ വേണ്ടി വിശുദ്ധ ഭൂമിയിലെത്തുന്ന അള്ളാഹുവിൻ്റെ അതിഥികൾക്ക് സുഖകരമായ രീതിയിൽ ഹജ്ജ് കർമ്മം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഈ വർഷം സൗദി ഗവൺമെൻറ് വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ വർഷം അറഫ സംഗമത്തിനെത്തുന്ന മുഴുവൻ ഹാജിമാർക്കും സുഖകരമായ രീതിയിൽ ഹജ്ജ് കർമ്മം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അറഫ മൈതാനിയിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ആവശ്യമായ കുടിവെള്ളവും അതുപോലെ തന്നെ ആവശ്യമായ ടോയ്ലറ്റ് സംവിധാനങ്ങളും, അതിലൊക്കെ ഉപരി ഹജ്ജിനിടെ ഏതെങ്കിലും രീതിയിൽ ഹാജിമാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെന്നെങ്കിൽ, എന്തെങ്കിലും അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ പെട്ടെന്ന് ചികിത്സ തേടുന്നതിന് വേണ്ടിയുള്ള നൂറുകണക്കിന് ബെഡുകൾ സജ്ജീകരിച്ചുകൊണ്ട് പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ഹോസ്പിറ്റലിൽ എല്ലാ വർഷവും ഒരു ദിവസം മാത്രം 2 ദിവസം മാത്രം പ്രവർത്തിക്കുന്ന ഒരു വലിയ ഹോസ്പിറ്റൽ അറഫ മൈതാനിയിൽ സജ്ജമാണ്. ഈ വർഷവും അതിൻ്റെ എല്ലാ അറ്റകുറ്റപ്പണികളും കഴിഞ്ഞ് പൂർണ്ണ തോതിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായി അറഫ ജബലുർ റഹ്മക്ക് സമീപം ജബലുർ റഹ്മ ഹോസ്പിറ്റൽ ഏറ്റവും സജ്ജീകരണത്തോടു കൂടിയിട്ട്, ന്യൂനത സംവിധാനത്തോടു കൂടി തന്നെ എന്ന് പറയാം, നൂറുകണക്കിന് ബെഡുകളോടുകൂടി ഏതെങ്കിലും അടിയന്തര ഘട്ടങ്ങളിൽ ഹാജിമാർക്ക് ആവശ്യമായ ചികിത്സ നടത്തുന്നതിന് വേണ്ടി, ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടി നൂറുകണക്കിന് സ്റ്റാഫോടുകൂടി മെഡിക്കൽ എല്ലാ തയ്യാറെടുപ്പോടു കൂടിയിട്ട് ഇവിടെ ആയിരക്കണക്കിന് ബെഡുകളുടെ സാന്നിധ്യത്തിൽ ഹോസ്പിറ്റലുകൾ പ്രവർത്തനം ആരംഭിക്കുന്നു. എല്ലാ സജ്ജീകരണത്തോടു കൂടിയിട്ട് ഹാജി അറഫ മൈതാനിയിൽ കർമ്മത്തിനിടെ ഏതെങ്കിലും രീതിയിൽ